ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഒരുപാടൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താ സംഭവം? നല്ല രസകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ചെയ്യുമ്പോൾ പല ആളുകൾക്കും ഇത് ഭയങ്കര ഇടങ്ങാറാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, വിഷമാണ് എന്നൊക്കെ തോന്നുന്ന ഒരു ഏരിയയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഞാൻ പറയും ഇത് വളരെ സിമ്പിളാണ്. ഒന്നുമില്ല, നമുക്ക് ഈ ക്ലാസ് കൊണ്ട് തന്നെ, ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതെന്താണെന്നുള്ളത് ബേസിക് ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഉദാഹരണം പറയാം. ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. സാധാരണഗതിയിൽ ഒരു ബിസിനസ്സുകാരൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിനെയാണ് കറണ്ട് അക്കൗണ്ട് എന്ന് നമ്മൾ പറയുക. അതിന് ഒരുപാട് ഫെസിലിറ്റീസ്, ഒരുപാട് സൗകര്യങ്ങൾ, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണ് ഈ കറണ്ട് അക്കൗണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പറയുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കറണ്ട് അക്കൗണ്ട് ഒരു ബാങ്കിൽ ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പലതരത്തിലുള്ള ഡീലിങ്സ്, അതായത് സാധനങ്ങൾ നമ്മൾ കടയിലേക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നു, നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നു. ഓക്കെ, റിട്ടേൺസ് സംഭവിക്കുന്നു, റിട്ടേൺ അങ്ങോട്ട് കൊടുക്കുന്നു, പൈസ ഇങ്ങോട്ട് തരുന്നു, പൈസ കൊടുക്കുന്നു, അല്ലെ, സാലറി കൊടുക്കുന്നു, റെന്റ് കൊടുക്കുന്നു, ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, എല്ലാം ട്രാൻസാക്ഷൻ ചെയ്യുന്നു. ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസിൽ അധികവും പിന്നീട് നടക്കുക ഈ ബാങ്ക് ത്രൂ ആയിരിക്കും. ഇപ്പം നമ്മൾ ആരംഭിച്ചിട്ടുള്ള SBI എന്ന് പറയുന്ന ബാങ്കിലാണ് ആരംഭിച്ചതെന്ന് വിചാരിച്ചോ, അവിടെ ആരംഭിച്ചിട്ടുള്ള ഈ ബാങ്ക് ത്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കടയിൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഓണറായിട്ടുള്ള ഞാൻ തന്നെ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതിൽ സ്വാഭാവികമായിട്ടും ബാങ്ക് എന്നുള്ള ഹെഡിങ്ങിലുള്ള ഒരു അക്കൗണ്ട് ഉണ്ടാകും. ആ ബാങ്ക് അക്കൗണ്ടിൽ ഓരോ തവണ എനിക്ക് ചെക്ക് കിട്ടുമ്പോഴും ഞാൻ അവിടെ കിട്ടിയെന്നും, ഓരോ തവണ ഞാൻ ചെക്ക് ആർക്കെങ്കിലും എഴുതി അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടുന്ന് പോയി, ബാങ്കിൽ നിന്ന് പോയി എന്നും ഞാൻ രേഖപ്പെടുത്തി വെക്കും. ഓക്കെ, ഇതേ സംഗതി തന്നെ ബാങ്കും രേഖപ്പെടുത്തി വെക്കും. ഞാനിപ്പോൾ ഒരാൾക്ക് ചെക്ക് കൊടുക്കുമ്പോൾ ഞാൻ ബാങ്കിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ ബുക്കിൽ ഇവിടെ എഴുതി വെക്കും. ഓക്കെ, ഇതേ സംഗതി തന്നെ ബാങ്കും രേഖപ്പെടുത്തും. എങ്ങനെ? ഞാൻ ഈ എഴുതി കൊടുത്ത ചെക്കും കൊണ്ട് ആ വ്യക്തി ബാങ്കിൽ പോകുമ്പോൾ ബാങ്ക് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്ത്? എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര പൈസ പോയി. പിന്നീട് ഞാൻ പാസ്ബുക്ക് കൊടുക്കുമ്പോൾ ആ പാസ്ബുക്കിൽ അത് ടൈപ്പ് ചെയ്ത് തരും, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി ഞാനും ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ബാങ്കും ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ റെക്കോർഡ് പാസ്ബുക്ക് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. പാസ്ബുക്കിൽ രേഖപ്പെടുത്തി തരിക ബാങ്ക് അല്ലേ? ഓക്കെ, അപ്പോൾ ബാങ്ക് ആ പാസ്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതേ ബാങ്കിൽ ഇട്ടതും പോയതും കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇവിടെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എൻ്റെ കയ്യിൽ ഞാൻ ഈ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ ഞാൻ ക്യാഷ് ബുക്ക് എന്ന് വിളിക്കും. ബാങ്ക് ഡീലിങ്സ് ആണ് നടത്തുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് എഴുതി വെക്കുന്നത് എങ്കിലും നമ്മൾ അതിനെ ക്യാഷ് ബുക്ക് എന്നാണ് വിളിക്കുക, ക്യാഷ് ബുക്ക്. ഓക്കെ, ബാങ്ക് അവിടെ നടക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ബാങ്കിൽ ആയിട്ട് ഇടപാട് നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് ബാങ്ക് രേഖപ്പെടുത്തി വെക്കുന്നതിനെ പാസ്ബുക്ക് എന്നാണ് വിളിക്കുക. ഈ രണ്ട് സംഗതി, ക്യാഷ് ബുക്കും പാസ്ബുക്കും. ക്യാഷ് ബുക്ക്, പാസ് ബുക്ക്. ഇവിടെ ഞാനാണ് രേഖപ്പെടുത്തുക, ഇവിടെ ബാങ്കാണ് രേഖപ്പെടുത്തുക. രണ്ടുപേരും രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഒരൊറ്റ അക്കൗണ്ടിനെ കുറിച്ചാണ് ഇത് എഴുതി വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ക്യാഷ് ബുക്ക്, പാസ്ബുക്ക്. ഇവിടെ ആരാ രേഖപ്പെടുത്തുക? ഞാൻ, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടന്റ്. ഇവിടെ ആരാ രേഖപ്പെടുത്തുക? ബാങ്ക്. രണ്ടും എന്തിനെ കുറിച്ചാണ്? ബാങ്ക് ഡീലിങ്സ്. ഈ ബിസിനസ്സും ആ ബിസിനസ്സുകാരൻ്റെ ബാങ്കും തമ്മിലുള്ള ഡീലിങ്സ് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും രണ്ടും മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഈ രണ്ട് സംഗതിയും രണ്ടു പേരും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും ഒരേ എമൗണ്ട് അല്ലേ ബാലൻസ് ആയിട്ട് വരേണ്ടത്. ഇപ്പോൾ ഞാനൊരാൾക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ചെയ്ത പൈസ 50,000 അല്ലെ ഡെബിറ്റ് സൈഡിൽ വരും. ഇനി അതേ 50,000 ഈ ബാങ്ക് പാസ്ബുക്കിൻ്റെ അകത്തും കാണിക്കും, എത്ര 50,000 എന്ന്. പക്ഷെ അവിടെ കാണിക്കുക ക്രെഡിറ്റ് എന്നാണ് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ എഴുതി വെക്കുമ്പോൾ ആ അക്കൗണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ്. പക്ഷേ ബാങ്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടാണ് കാണിക്കുക. കാരണം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ അക്കൗണ്ട് എൻ്റെ പേരിലുള്ള അക്കൗണ്ട് ആണ്.
അവിടെ 50,000 വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന്റെ കയ്യിൽ 50,000 ഇപ്പൊ ഉണ്ട്, അതെനിക്ക് തരാനുള്ള പൈസയാണ്. നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുള്ള പൈസയെ ക്രെഡിറ്റ് എന്നല്ലേ കാണിക്കുക. അതുകൊണ്ടാണ്. അപ്പോൾ പാസ്ബുക്കിൽ ക്രെഡിറ്റ് എമൗണ്ട് കാണുമ്പോഴാണ് അത് നമ്മുടെ പൈസ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് എമൗണ്ട് കാണുമ്പോഴാണ് അത് നമ്മുടെ പൈസ എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടും ഒന്ന് തന്നെയാണ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ 50,000 ഡെബിറ്റും ഇവിടെ ഇങ്ങനെ പാസ്ബുക്കിൽ ക്രെഡിറ്റ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അന്ന് ആ സ്പോട്ടിൽ അത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എമൗണ്ട് കാണിക്കുക. ഈ 50,000 ഡെപ്പോസിറ്റ് ചെയ്തതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു സാലറി കൊടുത്തു എന്ന് വിചാരിക്കുക. അത് ഒരു 5,000 രൂപയാണെങ്കിൽ അത് ക്രെഡിറ്റ് ആണ്, കാരണം അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എഴുതി കാണിക്കുക. ഇതേ സമയം ബാങ്ക് ഈ സാലറിയെ എഴുതി കാണിക്കുമ്പോൾ അത് ഡെബിറ്റ് ആയിട്ടാണ് എഴുതി കാണിക്കുക, 5,000. അതെന്തുകൊണ്ടാ? കാരണം ഇത്രയും പൈസ ഇതിൽ നിന്ന് കുറഞ്ഞു എന്ന് കാണിക്കണം. ബാക്കിയുള്ള 45,000 ബാങ്കിൽ ഇപ്പോൾ എൻ്റെ പൈസ ആയിട്ടുള്ളൂ, അത്രയേ അവർ നമുക്ക് തരേണ്ടതായിട്ടുള്ളൂ. എന്നാൽ ഇവിടെ 50,000 ഡെബിറ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 5,000 പോയി, 45,000 ആണ് ഇപ്പം എൻ്റെ പൈസ. ഇങ്ങനെയാണ് ഇത് കാണിക്കുക. പക്ഷേ എല്ലായ്പ്പോഴും ഇങ്ങനെ കറക്റ്റായിട്ട് സംഭവിക്കണം എന്നില്ല. ഈ രണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടിനെ കുറിച്ച് രണ്ടുപേരും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും മിസ്മാച്ച് വരാം, വ്യത്യാസപ്പെട്ടാം. അതായത് ഇവിടെ ഉള്ള എമൗണ്ട് ഒന്നായിരിക്കും, ഇവിടെ ഉള്ള എമൗണ്ട് മറ്റൊന്നായിരിക്കും. എപ്പോഴും ഇതുപോലെ 45,000 ആവണമെന്നില്ല. പല സിറ്റുവേഷൻസിലും അങ്ങനെ വ്യത്യസ്ത എമൗണ്ടുകൾ വരാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ക് ചെയ്ത് തെറ്റിപ്പോകുന്നൊന്നുമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിക്കോ, എനിക്കൊരാൾ ഒരു ചെക്ക് കൊണ്ടു തന്നു, ഒരു 20,000 രൂപയുടെ ചെക്കാണെന്ന് വിചാരിക്കുക. ആ സ്പോട്ടിൽ നമ്മൾ എത്ര എഴുതും? 20,000 എന്ന് ഡെബിറ്റ് എമൗണ്ടിൽ എഴുതുമല്ലോ അല്ലെ? 20,000 എന്ന് ഡെബിറ്റ് എമൗണ്ട് എഴുതും. അപ്പൊ 45,000 20,000 65,000 ആയി. ഇത് ഒരു 1/1/2025 തന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ചെക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ചെക്ക് എനിക്ക് കിട്ടിയ ആ സ്പോട്ടിലാണ് ഞാനിവിടെ 20,000 എന്ന് എഴുതി കാണിക്കുന്നത്. പക്ഷേ ആക്ച്വലി എൻ്റെ കയ്യിൽ ആ പൈസ വന്നിട്ടില്ല. ആ ചെക്ക് എനിക്ക് എപ്പം വേണമെങ്കിലും ക്യാഷ് ആക്കി മാറ്റാം, ബാങ്കിൽ സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ ഈ 1-ാം തീയതി ആക്ച്വലി ബാങ്കിൽ കൊണ്ടു കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ 65,000 ഉണ്ട്, ഇവിടെ ഒന്നും വന്നിട്ടില്ല. ആ 1-ാം തീയതി ആയപ്പോൾ വ്യത്യാസം വന്നില്ലേ? ഇവിടെ ഒരു 10-ാം തീയതിയാണ് ഞാൻ ബാങ്കിലേക്ക് അത് കൊണ്ടു കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഏത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ചെക്ക് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഈ 1-ാം തീയതി ഇവിടെ കിട്ടിയപ്പോൾ ഞാൻ 65,000 ഇവിടെ 20,000 ഇട്ട് ടോട്ടൽ ചെയ്തപ്പോൾ 65,000 വന്നു. പക്ഷേ ഇവിടെ 10-ാം തീയതി മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ 20,000 എന്നുള്ള ചെക്ക് അവിടെ കൊണ്ടു കൊടുക്കുന്നുള്ളൂ. അന്നേ ബാങ്ക് രേഖപ്പെടുത്തി വെക്കുന്ന ഈ പാസ്ബുക്കിൽ 65,000 എമൗണ്ട് ആകത്തുള്ളൂ. അതുവരെ ഇവിടെ 65,000 ഇവിടെ 45,000 ആയിരിക്കും. അപ്പൊ നോക്ക്, ഒരു മിസ്മാച്ച് വന്നില്ലേ? ടാലി ആവാത്തൊരു പ്രശ്നം വന്നില്ലേ? ഈക്വൽ ആവാത്തൊരു പ്രശ്നം വന്നില്ലേ? അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഇവിടെ ഞാൻ അത് കിട്ടിയ പാട്, ചെക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ പാടെ ഞാനിവിടെ അത് നമുക്ക് ക്യാഷ് കിട്ടി അല്ലെങ്കിൽ ബാങ്കിലേക്ക് പൈസ വന്നു എന്നുള്ള അർത്ഥത്തിൽ ആഡ് ചെയ്തു. സ്വാഭാവികമായിട്ട് ഒരാളെടുത്ത് നമുക്ക് ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ അന്നേരം ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്താറുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ ആക്ച്വലി അത് ബാങ്ക് അറിഞ്ഞിട്ടില്ല, ബാങ്കിൽ അത് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഈ മിസ്മാച്ച് അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തിട്ട്, ഒന്നുകിൽ ഏതെങ്കിലും ഒരു മാസത്തിന്റെ ലാസ്റ്റ് ഡേറ്റ്, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഈ മിസ്മാച്ച് നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ഇങ്ങനെ കിട്ടിയിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യാത്ത എത്ര ചെക്ക് ഉണ്ട്, അല്ലെങ്കിൽ നേരിട്ട് ഇവിടത്തേക്ക് ആരെങ്കിലും നമുക്ക് ബാങ്കിലേക്ക് പൈസ അയച്ചിട്ടുണ്ടോ, നമ്മളത് അറിയാതിരിക്കുന്നതാണോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ മിസ്മാച്ചുകൾ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള സാധനം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതാണ് സംഗതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെയാണ് ഈ മിസ്മാച്ച് ഉണ്ടാവുന്നത് എന്നും പിന്നെ അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ തരാം. ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എല്ലാവരും നോട്ടിൽ എഴുതിയെടുക്കുക. അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ,
ശരി, നിങ്ങൾ ആ ട്രാൻസാക്ഷൻ, അതായത് ആ 3 ട്രാൻസാക്ഷൻ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ആ 3 ട്രാൻസാക്ഷൻ എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഓരോന്ന് വായിക്കുമ്പോഴും നിങ്ങൾ കൃത്യമായിട്ട് ആ ട്രാൻസാക്ഷൻ്റെ അകത്തേക്ക് നോക്കണം. ഓക്കെ, ഞാൻ പറയുന്നതല്ല ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ട്രാൻസാക്ഷൻ്റെ അകത്ത് നോക്കുക. 1-ാം തീയതി, ഓക്കെ, അതിന് മുന്നേ ഓൺ ജൂൺ 30th 2017, 2017 ജൂൺ 30-ാം തീയതി, ആ ഡേറ്റ് നിങ്ങൾ ഓർമ്മിക്കണം. 2017 ജൂൺ 30. ഓക്കെ, ഈ ഒരു ഡേറ്റിനാണ് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ക്യാഷ് അക്കൗണ്ടും ബാങ്ക് പാസ്ബുക്കിലെ എമൗണ്ട് തമ്മിൽ എന്തോ ഒരു മിസ്മാച്ച് ഉണ്ട്. ആ മിസ്മാച്ച് ടാലി ആക്കാൻ വേണ്ടിയിട്ട്, ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്, റീകൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. എപ്പോഴും ജൂൺ 30, 2017 തീയതി, ജൂൺ 30 തീയതി. അപ്പൊ ജൂൺ മാസത്തെ ട്രാൻസാക്ഷൻ ആയിരിക്കാനാണ് സാധ്യത. നോക്കാം. മിസ്റ്റർ മുകേഷ്, അതായത് ഇവിടെ മുകേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കണക്കാണ് ചെയ്യാൻ പോകുന്നത്. നോക്ക്, എല്ലാവരും എഴുതി വെച്ച ആ നോട്ടിൽ എഴുതി വെച്ച അതിലേക്ക് നോക്കണേ. ഡെബിറ്റ് ബാലൻസ് ഓഫ് റുപ്പീസ് 2905, 2905 രൂപയുടെ ഡെബിറ്റ് ബാലൻസ്. അതായത് മുകേഷിന്റെ ക്യാഷ് ബുക്കിൽ 2905, ക്യാഷ് ബുക്കിൽ 2905 ഡെബിറ്റ് ബാലൻസും, അതേ മുകേഷിന്റെ പാസ്ബുക്കിൽ 2203 രൂപ ക്രെഡിറ്റും, പാസ്ബുക്കിൽ 2203 രൂപ ക്രെഡിറ്റുമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ രേഖപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് എന്നാണ് എഴുതുക. ഇനി അതേ നമുക്ക് നമ്മളെ ബാലൻസ് ബാങ്ക് എഴുതി വെക്കുമ്പോൾ, അതായത് പാസ്ബുക്കിൽ ഉണ്ടാകുക ക്രെഡിറ്റ് എന്നാണ്. ഇത് ഡെബിറ്റും ക്രെഡിറ്റും ആയതുകൊണ്ട് രണ്ടും വ്യത്യാസമാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, അതായത് ഇത് രണ്ടും എൻ്റെ കയ്യിൽ എൻ്റെ കണക്ക് പ്രകാരം ഇത്ര രൂപയുണ്ട് എന്നും എൻ്റെ കയ്യിൽ ബാങ്കിന്റെ കണക്ക് പ്രകാരം ഇത്ര രൂപയുണ്ട് എന്നുമാണ് ഈ കാണിച്ചത്. ബാങ്ക് എഴുതുമ്പോൾ അത് ക്രെഡിറ്റിലും, നമ്മൾ എഴുതുമ്പോൾ അത് ഡെബിറ്റിലാണ് കാണിക്കുക. അപ്പൊ സംഭവം ഓക്കെയാണ്. പക്ഷെ എമൗണ്ടിന്റെ വ്യത്യാസമുണ്ട്. എത്ര? ഇവിടെ 2203 ഇവിടെ 2905. ഒരു 600-700 രൂപയുടെ അടുത്തുള്ള വ്യത്യാസം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ വ്യത്യാസം വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓൺ ചെക്കിംഗ് ദി പാസ്ബുക്ക് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ പാസ്ബുക്ക് ചെക്ക് ചെയ്തു. അതായത് ഇവിടെ കൂടുതലും ഇവിടെ കുറവല്ലേ. പാസ്ബുക്ക് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ചില ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റി. ആ മനസ്സിലാക്കിയ 3 പോയിന്റ് ആണ് താഴെ തന്നിരിക്കുന്നത്. 1, എ ചെക്ക് ഫോർ ₹1510 issued to വിജയ് on 28th June was not cashed until 3rd July 2017. വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ 28-ാം തീയതി, അതായത് ജൂൺ 30-നാണ് നമ്മൾ കണക്ക് ചെയ്യുന്നത്. എന്നാൽ ജൂൺ 28-ന്, അതായത് ഈ കണക്ക് ചെയ്യുന്നതിന്റെ തൊട്ട് 2 ദിവസം മുന്നേ, ഓക്കെ, വിജയ്ക്ക് നമ്മളൊരു ചെക്ക് എഴുതി കൊടുത്തു. സ്വാഭാവികമായിട്ടും നമ്മൾ ക്യാഷ് ബുക്കിൽ കയ്യിൽ നിന്ന് പോയി എന്ന്, അതായത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയി എന്നാണല്ലോ രേഖപ്പെടുത്തി വെക്കുക, അല്ലെ? അതായത് നമ്മളെ കടയിലുള്ള ബുക്കിൽ അതാണല്ലോ ക്യാഷ് ബുക്ക്, അതിൽ നമ്മൾ ബാങ്കിൽ നിന്ന് പോയി, ടു ബാങ്ക് എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടാകുക. എത്ര? 1510 രൂപ ക്രെഡിറ്റ് ആയി എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടാവുക. ക്യാഷ് ബുക്കിലാണേ. ഇനി പാസ്ബുക്കിലാവുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ഇവിടെ 1510 ക്രെഡിറ്റ് എന്ന് നമ്മൾ എഴുതി, കാരണം കയ്യിൽ നിന്ന് പോയി. എപ്പോ? 28 ജൂൺ 2017. പക്ഷേ ആക്ച്വലി അത്രയും പൈസ, ഈ 1510 രൂപ ഉണ്ടല്ലോ, ഇതുവരെ ബാങ്കിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. എപ്പം വരെ? നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഈ ഡേറ്റ് വരെ ഇത്രയും പൈസ ബാങ്കിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ഞാനിവിടെ ഒരാൾക്ക് ചെക്ക് കൊടുത്തു, അദ്ദേഹത്തിന്റെ കൊടുത്തപ്പോൾ ഞാൻ ആ സ്പോട്ടിൽ ബാങ്കിൽ നിന്ന് പോയി എന്ന് എഴുതി വെച്ചു. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ബാങ്കിൽ അത് സബ്മിറ്റ് ചെയ്തിട്ടില്ല, അതിനെ ക്യാഷ് ആക്കി മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെക്കെല്ലാം കൈ കിട്ടിക്കഴിഞ്ഞാൽ 3 മാസം വരെ ഹോൾഡ് ചെയ്യാനുള്ള സമയമുണ്ട്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്. ആദ്യം 6 മാസമൊക്കെ ആയിരുന്നു, ഇപ്പോൾ 3 മാസം വരെ ഹോൾഡ് ചെയ്യാം. അതിന്റെ ഇടയിൽ എപ്പം വേണമെങ്കിലും അദ്ദേഹത്തിന് ക്യാഷ് ആക്കി മാറ്റാവുന്നതേ ഉള്ളൂ. അത് അപ്പോൾ ഈ ഡേറ്റിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ഒരു 28 വരെ അദ്ദേഹത്തിന്, ആ വിജയ്ക്ക് അത് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഇടയിൽ എപ്പം ആണെങ്കിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം,
ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും അത് അവിടെ വന്നിട്ടില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നേ? അപ്പൊ ഇവിടുന്ന് ഇത് കുറച്ചു, ഇവിടുന്ന് ഇത് കുറച്ചിട്ടില്ല, അതല്ല അതിന്റെ അർത്ഥം. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്രയും പൈസ ഇവിടെ കുറച്ചിട്ടുണ്ട്, എന്നാൽ ഇവിടെ അത് കുറച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ജൂൺ 30 ആയിട്ട് നമ്മൾ ഇവിടുന്ന് കൊടുത്തില്ല. ഒന്നുകിൽ നിങ്ങൾ ഈ ഇവിടെ കുറച്ചിട്ടുള്ള ഈ പൈസ കുറച്ചിട്ടില്ല എന്ന് പഴയ രൂപത്തിലേക്ക് തന്നെ ആക്കണം. അതായത് ഇതിനെ ആഡ് ചെയ്യുമ്പോഴല്ലേ, ഇത്രയും പൈസ വീണ്ടും ഡെബിറ്റ് എന്നുള്ള അർത്ഥത്തിൽ ആഡ് ചെയ്യുമ്പോഴല്ലേ അത് പഴയ രൂപത്തിലേക്കാകുക. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഞാനിത് കുറച്ച് എഴുതി, എന്നാൽ ഇവിടെ നിന്നിട്ട് കുറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ കൂടുതലും ഇവിടെ കുറവുള്ളൊരു മിസ്മാച്ച് വന്നു. നമുക്ക് ഇത്രയും പൈസ ഇവിടുന്നും പോയി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. പക്ഷെ അദ്ദേഹം അത് ബാങ്കിൽ നിന്ന് ക്യാഷ് ആക്കി മാറ്റാത്തിടത്തോളം കാലം നമുക്ക് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാ വരിക. ബാങ്ക് അങ്ങനെ രേഖപ്പെടുത്തി തരില്ല അല്ലേ? പാസ്ബുക്കിനകത്ത് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റില്ലല്ലോ, ബാങ്കിൽ രേഖപ്പെടുത്തുക. അപ്പൊ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, നമ്മൾ ഇവിടെ കുറച്ചിട്ടില്ല എന്ന് കാണിക്കുക. ജസ്റ്റ് എന്തെങ്കിലും സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കുക, ഇത് ഇത്രയും കുറഞ്ഞിട്ടില്ല. പക്ഷെ ചെക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണോ? ഈ ഇവിടുത്തെ എമൗണ്ടും പഴയ പോലെ ആണെങ്കിൽ ഈ കുറച്ചിട്ടുള്ള പൈസ അത്ര തന്നെ നമ്മളങ്ങ് ആഡ് ചെയ്യുക. അതായത് പോയി എന്ന് പറഞ്ഞ് എഴുതിയ പൈസ കിട്ടി എന്ന് പറഞ്ഞങ്ങ് ചെയ്യാം. ആക്ച്വലി കിട്ടിയതാണോ? ഇല്ല. നമുക്ക് ഇവിടെ എവിടെയും വ്യത്യാസം പെടാൻ പാടില്ല, എമൗണ്ട് ഒരുപോലെ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ക്രെഡിറ്റ് ആയിട്ടുള്ള ഈ എമൗണ്ട് പോയി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കാണിച്ച ഈ എമൗണ്ട് ഡെബിറ്റിലേക്ക് തന്നെ കാണിക്കുന്നു, ഇത്ര തന്നെ. അപ്പം പഴയ പോലെ രണ്ടിടത്തും ഒരുപോലെയാവും. ഇനി എപ്പോഴാണോ ബാങ്കിൽ അദ്ദേഹം ഇതിവിടെ കൊണ്ടുകൊടുക്കുന്നത്, നമുക്ക് അപ്പം മെസ്സേജ് വരും, അല്ലെ ബാങ്ക് നമ്മളെ അറിയിക്കും, അല്ലെങ്കിൽ നമുക്ക് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അന്ന് നമ്മളും ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ആക്ച്വലി കുറയ്ക്കുന്നു, അവിടുന്ന് ഓട്ടോമാറ്റിക് അവിടുന്ന് കുറയുന്നു. അപ്പൊ രണ്ടിടത്തിലും ഒരുപോലെയാവും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്തേ? ഈ ക്യാഷ് ബുക്കിൽ നിന്ന് ഇത്ര ഞാൻ പോയി എന്ന് എഴുതി പോയിട്ടുള്ള ആ എമൗണ്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു എന്നുള്ള കാര്യത്തിൽ അതിനെ ഡെബിറ്റ് ചെയ്തു. പോയപ്പം ക്രെഡിറ്റ് ചെയ്ത് തിരിച്ച് ഡെബിറ്റ് ചെയ്തു. അപ്പൊ രണ്ടിടത്തിൽ ആ മിസ്മാച്ച് ഒഴിവായി. ഇനി ഇങ്ങനെ ചെയ്യാണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ മിസ്മാച്ച് അവിടെ തന്നെ കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ക്യാഷ് ബുക്കിന്റെ കൂടെ ആഡ് ആണ് ഇത് ചെയ്യേണ്ടത്. മനസ്സിലായിക്കോ? അപ്പൊ അങ്ങനെ ചെയ്യാം. ഇനി എ ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ for rupees 2225 on 27th June was not collected by the bank before 30th June. ഓക്കെ, ഒരു ചെക്ക് നമുക്ക് കസ്റ്റമറുടെ നിന്ന് കിട്ടി, 2225 രൂപയുടെ ചെക്കാണ്. സ്വാഭാവികമായിട്ട് എൻ്റെ കയ്യിലല്ലേ കൊണ്ടുത്തരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് എന്നുള്ള അർത്ഥത്തിൽ ബാങ്കിൽ ഇത്ര പൈസ കൂടി എന്ന് പറഞ്ഞ സ്പോട്ടിൽ നമ്മൾ എഴുതി കാണിക്കും. കാരണം 2225 ഡെബിറ്റിൽ നമ്മൾ എഴുതി കാണിക്കും. ഒരു വ്യക്തി നമ്മളെ കടയിലേക്ക് തരാനുള്ള പൈസ ചെക്കായിട്ട് നമ്മളെ കൈ കൊണ്ട് തരുമ്പോൾ നമ്മൾ ഡെബിറ്റ് ബാങ്ക് എഴുതുമല്ലോ, അതാണ് ഇവിടെ കാണിച്ചത്, ഈ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മളത് കൊണ്ടു കൊടുക്കുന്നത് വരെ ആ മിസ്മാച്ച് ഉണ്ടാവും. നമ്മൾ എഴുതി അന്ന് തന്നെ ഇവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും വരും ആ ഒരു എമൗണ്ട് ബാങ്കിലേക്ക്, അവിടെ വരും. പിന്നെ നമ്മൾ അവിടുന്ന് വിഡ്രോ ഒക്കെ ചെയ്യും. ഓക്കെ, പക്ഷേ നമ്മളിത് ഇവിടെ എഴുതി, നമ്മൾ ഈ പറഞ്ഞ പോലെ 3 മാസം നമുക്ക് ആ ചെക്ക് ഹോൾഡ് ചെയ്യാനുള്ള സമയപരിധി ഉണ്ട്. ഞാൻ ചിലപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയാണ് എന്ത് ചെയ്യുക? ബാങ്കിലേക്ക് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ന് ഒരു തിങ്കളാഴ്ച കിട്ടിയത്, അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടേ ബാങ്കിലേക്ക് നമ്മൾ പോവുള്ളൂ. അപ്പോൾ ആ ചെക്ക് കിട്ടി ആ തിങ്കളാഴ്ച തന്നെ നമ്മൾ ഇങ്ങനെ കിട്ടി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഒരു എമൗണ്ട് ഉണ്ടാകുക, പാസ്ബുക്കിൽ എടുത്തു കഴിഞ്ഞാൽ വേറൊരു എമൗണ്ട് ഉണ്ടാകുക, വ്യത്യാസം ഉണ്ടാവും, ഇവിടെ കൂടുതൽ ഉണ്ടാകുക. എന്തുകൊണ്ടാ? ആ ചെക്ക് കിട്ടിയ പാടെ ഞാൻ ഇവിടെ കിട്ടിയെന്ന് എഴുതി. ഓക്കെ, മനസ്സിലാക്കോ? അപ്പം പകരം ചെക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെക്കുക. മറിച്ച് ഇങ്ങനെ എമൗണ്ട് എഴുതിയിട്ട് അതിന് ആഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മിസ്മാച്ച് വരും. ഇനി ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി എന്ന് വിചാരിക്കുക, ഇങ്ങനെ എഴുതി, അപ്പോൾ ഇവിടെ കൂടുതലും ഇവിടെ കുറവുമല്ലേ ഉണ്ടാവുക ഇപ്പോഴത്തെ സ്ഥിതിയിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണോ? അവിടെ നമ്മളെ ചെക്ക് കൊണ്ട് കൊടുക്കുന്നത് വരെ ഇത് എഴുതാൻ പാടില്ലായിരുന്നു എന്ന സിറ്റുവേഷനിൽ അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഈ എഴുതിയ എമൗണ്ട് ജസ്റ്റ് ലെസ് ചെയ്യുക. അതേ എമൗണ്ട് എത്ര? 2225 ലെസ് ചെയ്യാന്ന് വെച്ചാൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ ഒരു പൈസ കിട്ടി എന്ന് എഴുതിയത് നേരെ കിട്ടിയില്ല, പോയി എന്നുള്ള അർത്ഥത്തിൽ അങ്ങോട്ട് കാണിച്ചപ്പോൾ ഓൾറെഡി പഴയ സ്റ്റേജിലേക്ക് തന്നെ വന്നു.
എന്ന് വെച്ചാൽ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള സ്റ്റേജിലേക്ക് വന്നു. ഇത് രേഖപ്പെടുത്തിയോണ്ടല്ലേ കൂടിയത്. അപ്പോൾ ഇത് കിട്ടിയെന്ന് കാണിച്ചപ്പോഴാണ് കൂടിയത്. സെയിം സാധനം കിട്ടിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ തിരിച്ചതിനെ ലെസ് ചെയ്തു. ലെസ്. ഓക്കെ. അപ്പോൾ ഈ ക്യാഷ് ബുക്കിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ലെസ്സും ആഡൊക്കെ ചെയ്യുന്നത് അതിലൂടെയാണ്. കാരണം ഇതേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് ബാങ്ക് റെക്കോർഡ് ചെയ്ത് തരണ്ട. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, ഈ ചെക്ക് കിട്ടിയപ്പോൾ ഈ പാസ്ബുക്കിൻ്റെ അകത്ത് എനിക്ക് രേഖപ്പെടുത്തി വെക്കാൻ പറ്റില്ല. അത് ബാങ്ക് ചെയ്ത് തരണ്ട. ബാങ്ക് ചെയ്ത് തരണമെങ്കിൽ ഞാൻ അവിടെ ആക്ച്വലി ഡെപ്പോസിറ്റ് ചെയ്യണം ആ ചെക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഇനി ഈ 2225 ഇങ്ങനെയാണ് ചെയ്യുക. അതായത് ഇത് ബാങ്കിൽ സബ്മിറ്റ് അന്ന് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ഇത് വീണ്ടും തിരിച്ചങ്ങോട്ട് എഴുതണ്ടേ. ഈ കിട്ടിയത് എഴുതി അത് സ്പോട്ടിൽ ഇവിടെ റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, അത് രണ്ടും ഈക്വൽ ആയിട്ട് വരും. ഇനി മറ്റൊന്ന്, there was a credit in the പാസ്ബുക്ക്. നോക്ക്, ഈ പാസ്ബുക്കിൽ ഒരു ക്രെഡിറ്റ് ബാലൻസ് 45 എന്ന് കാണുന്നു. ആസ് ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ദി ബാങ്ക്. അതായത് ആ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നിങ്ങൾ നോക്ക്, പാസ്ബുക്കിൽ ഒരു 45 രൂപ ക്രെഡിറ്റ് ബാലൻസ് കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ബാങ്കിൽ ഓൾറെഡി ഇങ്ങനെ പല പൈസ ഇട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ചെക്കെല്ലാം ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അക്കൗണ്ടിൽ അവിടെ കിടപ്പുണ്ട്. അതിന്റെ മുകളിൽ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടിയതാണ് ഈ പൈസ. അതാണ് ക്രെഡിറ്റ് ബാലൻസ് വേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അലൗഡ് ബൈ ദി ബാങ്ക്, ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ദി ബാങ്ക്. ഓക്കെ. ഇങ്ങനെ ഇത് ശരിക്ക് ഫസ്റ്റ് എവിടെയാ റിഫ്ലക്ട് ചെയ്യുക? പാസ്ബുക്കിലല്ലേ. കാരണം ബാങ്ക് ആണ് നമുക്ക് അത്രയും പൈസ അലോ ചെയ്ത് തരുന്നത്, ഇൻട്രസ്റ്റ് ആയിട്ട് തരുന്നത്. അപ്പോൾ ഇതിവിടെ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബാങ്കിന്റെ റെക്കോർഡിൽ, ബാങ്കിന്റെ സിസ്റ്റത്തിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് തരാൻ പോകുന്ന പാസ്ബുക്കിൻ്റെ അകത്ത് ഇതെന്ത് ചെയ്യുന്നുണ്ട്, അതവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ പാസ്ബുക്ക് എടുത്തു കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കാണുക അവിടെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് കടയിൽ ഇപ്പം ഇത് ഈ പാസ്ബുക്കിലുള്ള ഇവിടെയും വെച്ച് നോക്കുമ്പോൾ ഈ 45 രൂപ ഇവിടെ അധികമായിരിക്കും. എന്നാൽ ആ സ്പോട്ടിൽ അത് ഇവിടെ ആഡ് ചെയ്യുന്നതോടുകൂടി അത് എന്ത് ചെയ്യുന്നത്, ഓക്കെ ആവും. അപ്പോൾ നിങ്ങൾക്ക് ആ 45 അവിടെ മാത്രം കാണിച്ചിട്ടുള്ള ആ 45 ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായിക്കോ? അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നു. ഇതാണ് ആ മൂന്നാമത്തതിലെ ഫസ്റ്റ് പോയിന്റ്. ഇനി നോക്ക്, എൻ്റെ ഡെബിറ്റ് ബാലൻസ് ഓഫ് 32 ബാങ്ക് ചാർജ്. ഇവിടെ വേറെ ഒരു പൈസയും കൂടി കാണിക്കുന്നുണ്ട്. അത് ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. 32 രൂപ ബാങ്കിൽ നിന്ന് ചാർജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഡെബിറ്റ് ബാലൻസ്. എന്താ വെച്ചാൽ ബാങ്കിൽ നിന്ന് നമ്മളെ നിലവിലുള്ള എമൗണ്ടിൽ നിന്ന് ഇത്ര കുറഞ്ഞു, ഡെബിറ്റ് ചെയ്തു. അത് ബാങ്ക് ചാർജാണ്. ATM ഉപയോഗിക്കുന്നതിനും ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നതിനും മറ്റ് ബാങ്കിന്റെ സബ്സിഡറി സർവീസ് ചെയ്യുന്നതിനും അല്ലേ, അതുപോലെ ഓരോ വിഡ്രോവൽസും ഡെപ്പോസിറ്റും ചെയ്യുമ്പോൾ നമുക്ക് മെസ്സേജ് വരുന്നതിനും ഒക്കെ ബാങ്ക് ഒരു ചാർജ് നമ്മളിൽ നിന്ന് ഈടാക്കും. അത് നമ്മളെ ബാങ്കിലുള്ള പൈസ അങ്ങ് പിടിക്കുക ചെയ്യുക. 1 മാസം കൂടുമ്പോൾ, 2 മാസം കൂടുമ്പോൾ, 3 മാസം കൂടുമ്പോൾ അങ്ങനെ അവർ പിടിച്ചിട്ടുള്ള ക്യാഷാണ് ആക്ച്വലി ഈ 32. അപ്പോൾ ഇതും ഫസ്റ്റ് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവുക ബാങ്കിലാണ്. ബാങ്കിന്റെ എൻ്റെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തി തരുന്ന പാസ്ബുക്കിൽ അത് ഉണ്ടാവും, കൃത്യമായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 32 രൂപ കുറഞ്ഞു. പക്ഷേ ഞാനത് കുറച്ച് എഴുതിയിട്ടുണ്ടോ? ഇല്ല. കാരണം ബാങ്കിൽ നിന്ന് അത് കിട്ടുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പം വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ 32 ഇവിടെ കുറഞ്ഞിട്ട് ഇവിടെ അത് വന്നിട്ടേ ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയും അത് ലെസ് ചെയ്യണം. ഒരേപോലെ ആണെങ്കിൽ അതേ ലെസ് ഇവിടെയും വരുത്തണ്ടേ. അപ്പോൾ 32 എന്നുള്ളത് ഇവിടെ ലെസ് ചെയ്യണം. ഇങ്ങനെ ഈ ആഡും ലെസ്സും എല്ലാം കഴിച്ചിട്ട് അവസാനം എഴുതി കഴിഞ്ഞാൽ രണ്ടിടത്തിലും ഒരേ എമൗണ്ട് ആയിരിക്കും. മനസ്സിലായിക്കോ? അപ്പോൾ ഈ ആഡ് എന്ന് പറഞ്ഞ സാധനം എല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഈ ലെസ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇതിൻ്റെ കൂടെ ലെസ് ചെയ്യണം. ഇപ്പോൾ ആഡ് ഏതൊക്കെയാ? ഈ 45 ഇവിടെ ഞാൻ ആഡ് ചെയ്യണം. ഈ 1510 ഞാൻ ഇവിടെ ആഡ് ചെയ്യണം. ഇത് രണ്ടുമാണ് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്ബുക്കിൽ എത്രയാണ് എമൗണ്ട് എന്ന് നമ്മളോട് പറഞ്ഞത്? 2203 അല്ലേ? അത് വന്നിട്ടുണ്ടാവും. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണോ? ഇത് ലെസ്സും ചെയ്യണേ, എന്നാലേ ഇത് വരുള്ളൂ. ഏത് 2225 എന്നുള്ളത് ഇത് ലെസ് ചെയ്യണം. അതുപോലെ ഈ 32 ലെസ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ അതൊന്ന് ലെസ് ചെയ്ത് നോക്ക്. അതായത് ഇത് ആഡ് ചെയ്യുക, ഇതും ആഡ് ചെയ്യുക, ഇത് ലെസ് ചെയ്യുക, ഇതും ലെസ് ചെയ്യുക. ഏതിൻ്റെ കൂടെ? ക്യാഷ് ബുക്കിൻ്റെ കൂടെ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഈ എമൗണ്ട് കിട്ടും. മനസ്സിലായിക്കോ? ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നോ? 1510 45
ഇത് രണ്ടും ആഡ് ചെയ്യാം. ഇനി മൈനസ് ചെയ്യേണ്ടത് 2225 32 2225 ഇത് രണ്ടും കൂട്ടിയിട്ട് ലെസ് ചെയ്യുക, ഇത് രണ്ടും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 2905 കൂടെ ഇതെല്ലാം കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഒരു എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് ഇത് ലെസ് ചെയ്യുക. അപ്പോൾ ഇതാ കിട്ടുക ഉത്തരം. ഈ ഉത്തരം എന്ന് വെച്ചാൽ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഒരേ എമൗണ്ട് ആയി എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രാഥമിക ഘട്ടമേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇനിയും നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഇപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ക്യാഷ് ബുക്ക് പാസ്ബുക്ക് രണ്ട് തരത്തിലുള്ള എമൗണ്ട് തരും. അപ്പോൾ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ കണക്ക് ചെയ്യുന്നത്? അതായത് ഇവിടെ ഞാൻ പാസ്ബുക്ക് ക്യാഷ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് കണക്ക് ചെയ്തത്. ക്യാഷ് ബുക്കിനെ എന്നിട്ടാണ് ഈ ആഡ് ലെസ് ഒക്കെ വന്നത്. ഇനി ഇവിടെയുള്ള പാസ്ബുക്കിന് എമൗണ്ടിന്, അതായത് 2203 എന്നുള്ള പാസ്ബുക്ക് എമൗണ്ട് ഉണ്ടല്ലോ, അതിനെ മെയിൻ ഒരു എമൗണ്ട് ആയിട്ട് എടുത്തിട്ട് നമുക്ക് കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഈ ഫിഗറിലേക്കാണ് വരിക. ഇതിനെ ബേസ് ചെയ്തിട്ട് കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഈ ഫിഗറിലോട്ടാണ് വരിക. കാരണം രണ്ടിടത്തിൽ ഒരുപോലെ ആകുക എന്നാണല്ലോ. ഇപ്പൊ രണ്ടും രണ്ട് എമൗണ്ട് അല്ലേ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്തത്, അപ്പോൾ ഇതിലേക്ക് എത്തും. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് ഈ എമൗണ്ടിലേക്കാണ് എത്തുക. അതായത് രണ്ടും ഒരുപോലെ എന്നുള്ളതിലേക്കാണ് എത്തുക. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് എക്സ്പ്ലെയിൻ ചെയ്തതിന് പറഞ്ഞുതരും. ഓക്കെ, നമ്മൾ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇതേ സംഗതി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് തിരിച്ച് റിവേഴ്സ് ആയിട്ടൊന്ന് അടുത്ത ക്ലാസ്സിൽ ചെയ്ത് നോക്കാം. ഓക്കെ, സി യു, ബൈ.